വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ക്ലാസ്സിൽ കയറണം എന്നുള്ള രീതി വേണ്ട. So in this session we are going to discuss about the global financial market nathu foreign exchange market ennu parayuna portion aanu nokkunnu. So what is your basic understanding about foreign exchange market? എന്തായിരിക്കും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ഓൾറെഡി യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് ടേം. നിങ്ങൾ കുറച്ചൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പാർട്ടായിട്ട് കേട്ടിട്ടുണ്ടാവും. So either you can respond through chat or you can unmute and talk about the same. ഞാൻ മാത്രം 1 hour സംസാരിച്ച് കഴിഞ്ഞാൽ അതിലൊരു നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ളത് കിട്ടില്ല. So what is foreign exchange? Anyone has any idea? What is foreign exchange? Okay, let me start. So foreign exchange means the money denominated in the currency of another nation or the group of nations. അതായത് ഒരു person is exchanging one's own nation's currency for the denominated currency of another nation. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ യു ആർ ട്രാവലിംഗ് ഓർ യു ആർ വിസിറ്റിംഗ് അനദർ നേഷൻ, ഒരു ഫോറിൻ രാജ്യത്തോട്ട് പോവാണ്, ആൻഡ് യു ആർ സപ്പോസ് ടു ഹാവ് ഫ്യൂ എമൗണ്ട് ഓർ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് അവരുടെ നേഷനിലുള്ള ഡൊമസ്റ്റിക് കറൻസിയിലോട്ട് യു ആർ സപ്പോസ് ടു കൺവേർട്ട്. അപ്പൊ ആ ഒരു കൺവേർഷൻ അവിടെ വരുന്നത്. അപ്പൊ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ വിസിറ്റിംഗ് US, you are supposed to carry US dollar with you. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ റുപ്പീനെ you are converting it to another nation's currency, that is here in this case you are converting it to dollar. അപ്പം ഈ ഒരു സിറ്റുവേഷനിലെല്ലാം we are having a foreign exchange. In the olden days there was a system called traveler's check. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ നമുക്ക് ഫോറിൻ പെട്ടെന്ന് ഒരു വിസിറ്റാണ്, ഇറ്റ് വാസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്, പെട്ടെന്ന് ഒരു മരണം കാരണം നമുക്കൊരു യാത്ര നടത്തേണ്ടി വന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാവലിംഗ് സിറ്റുവേഷനിലൊക്കെ ദ വാസ് എ പ്രൊസീജിയർ. നിങ്ങൾ ചിലപ്പോൾ ബാങ്കിങ്ങിനകത്തോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനകത്ത് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടോ ടൂൾ ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ട്രാവലേഴ്സ് ചെക്ക്. ഈ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് എ പ്രൊവിഷൻ ടു ദി ട്രാവലർ. അത് യാത്ര ചെയ്യുന്നവർ തന്നെ കൊണ്ട് നടക്കുന്നതാണ്. സാധാരണ നോർമൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചെക്ക് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്, അതുപോലെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ പ്രൊവൈഡഡ് ഇപ്പൊ നമുക്ക് സമയത്തിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യൻ റുപ്പീനെ, യു ആർ നോട്ട് ഏബിൾ ടു കൺവേർട്ട് ടു US ഡോളർ, കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ ഇഫ് യു ആർ ഹാവിങ് എ ട്രാവലേഴ്സ് ചെക്ക് വിത്ത് യു, യു ക്യാൻ യൂസ് ദ സെയിം ഫോർ ദാറ്റ് പേർപ്പസ്. നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. So we can say in short that ഒരു foreign exchange എന്ന് പറയുന്നത് is the shift of fund from one country to the currency of the another country. ഒരു രാജ്യത്തിന്റെ കറൻസിനെ നമ്മൾ വേറൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് we call it by the name foreign exchange. ഷോർട്ട്ലി ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ നമ്മൾ മോസ്റ്റ്ലി ഇൻ ഓൾ ബുക്സ് ആൻഡ് ഓൾ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് we will shortly write it as forex. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെയൊക്കെ ഷോർട്ടായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഫോറക്സ് മാർക്കറ്റ്. ദാറ്റ് ഈസ് ദേ ഹാവ് യൂസ് ദി ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളതിൻ്റെ കുറച്ച് ലെറ്റേഴ്സ് വെച്ച് ഫോം ചെയ്തതാണ് ഫോറക്സ് മാർക്കറ്റ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് തന്നെയാണ് ഫോറക്സ് മാർക്കറ്റ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് അത് തന്നെയാണ്. സോ ഫോറക്സ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് ഓർ ട്രേഡഡ് ഫോർ അനദർ കറൻസി. This forex market അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് ദി സെയിം ആസ് ഫോറിൻ കറൻസി മാർക്കറ്റ്. ഈ ഫോറക്സ് മാർക്കറ്റിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്,
ഫോറിൻ കറൻസി മാർക്കറ്റ്. ബിക്കോസ് പല രാജ്യങ്ങളുടെ കറൻസിയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ട് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫോറിൻ കറൻസി മാർക്കറ്റ്. So, to an overview of today's class, we will be discussing with what is foreign exchange market, then what are the functions of foreign exchange market, who are the players in the foreign exchange market, what is forex rate അല്ലെങ്കിൽ foreign exchange rate എന്താണ്, what are the various types of foreign exchange transactions. ഈവൻ ദോ നിങ്ങളുടെ ആക്ച്വൽ സിലബസിൽ അല്ലെങ്കിൽ മൊഡ്യൂളിനകത്ത് ഈ ഒരു ഓർഡറിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു നോ അബൌട്ട് ദീസ് ഏരിയാസ്. ഈ 5 കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്താൽ മാത്രമേ വി ക്യാൻ ഗോ ഇൻ ദി ഓർഡർ ഓഫ് യുവർ സിലബസ്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം യു നീഡ് ടു നോ അബൌട്ട് ദീസ് ബേസിക് തിങ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എസെൻഷ്യൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് വി വിൽ സ്റ്റിക്ക് ഓൺ ടു ദി തിയറീസ്, ബിക്കോസ് യുവർ മൊഡ്യൂൾ സ്റ്റാർട്ട് വിത്ത് ദ തിയറീസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. നേരിട്ട് നമുക്ക് തിയറി പറയാൻ പറ്റില്ല. സോ വി വിൽ സ്റ്റാർട്ട് ഓർ move on with this topic, and from the next session onwards we will go according to your syllabus. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് വി ഹാവ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദി ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറെക്സ് എന്താണ്, അല്ലെങ്കിൽ ഫോറിൻ കറൻസി മാർക്കറ്റ് എന്താണ്, അതാണ് നമ്മൾ പറഞ്ഞത്. സോ ഫോറിൻ എക്സ്ചേഞ്ച് ആസ് we discussed, it is a means to reduce the exposure of risk. അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ആസ് യു ഓൾ അവെയർ ഫ്രം യുവർ +1 ക്ലാസ്സസ്, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് വി വർ ഹാവിംഗ് ഈക്വൽ convertibility. 1 rupee was equal to $1, but it is not the situation right now. കാരണം അത്രത്തോളം നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും ഡ്യൂ ടു ദി ഫ്ലക്ച്വേഷൻസ്. ഈ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് ദ ഡൊമസ്റ്റിക് കറൻസി വാല്യൂ മേ അപ്രീഷിയേറ്റ് ഓർ ഡിപ്രീഷിയേറ്റ് അക്കോർഡിംഗ്ലി. So we can say that the foreign exchange market is an important element with regard to the global financial market. ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. So foreign exchange is another country's money, that is you are acting or you are using different countries' currency. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ it is just the convertibility of a currency for a freely exchange another currency. That is the most important characteristics of a foreign exchange. അതായത് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ദ ബേസിക് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദി കൺവേർട്ടബിലിറ്റി ഓഫ് കറൻസി എന്നുള്ളതാണ്. കാരണം ഇഫ് ദർ ഇസ് നോ കൺവേർട്ടബിലിറ്റി ഓഫ് കറൻസി ദർ ഇസ് നോ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. Then of course ഫോറിൻ എക്സ്ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ആർ 2 പാർട്സ് എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചും എക്സ്ചേഞ്ച് റേറ്റും, ഈ 2 കാര്യങ്ങളാണ് ശരിക്കും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. ഫോറിൻ എക്സ്ചേഞ്ച് ഓൾറെഡി ഓർ ദ ഫോറിൻ കറൻസി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യു ഓൾ നോ ദ കറൻസീസ് വിച്ച് ആർ ഫോറിൻ കറൻസീസ് ഫോർ അവർ സെൽഫ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി ഒഴികെ വേറെ ഏത് രാജ്യത്തെ കറൻസി ആണ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഇസ് ഫോറിൻ കറൻസി ഫോർ അസ്. അപ്പം ദാറ്റ് ഇസ് ദി വൺ പാർട്ട്. പിന്നെ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദി എക്സ്ചേഞ്ച് റേറ്റ്. ഹൗ വി ആർ ഫിക്സിംഗ് ദി എക്സ്ചേഞ്ച് റേറ്റ്. ഒരു കറൻസിനെ എങ്ങനെ വേറൊരു കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങപ്പെടണമെങ്കിൽ ഹൗ മച്ച് എമൗണ്ട് വി ആർ സപ്പോസ് ടു പേ. ഇപ്പൊ ഇന്ത്യൻ റുപ്പീനെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ റുപ്പീനെ ഡോളർ ആക്കുമ്പോഴത്തേക്കും what is the rate at which it is being exchanged, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. that we will discuss later, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 2 ഫാക്ടേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. വൺ ഇസ് ദ ഫോറിൻ കറൻസി ഇൻവോൾവ് ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ഇസ് ദി എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ദാറ്റ് ഈസ് അബൌട്ട് ദി ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്.
moving on to the functions of a foreign exchange market. Basically, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ the first important function is transfer of currency. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് കറൻസീസ് എന്ത് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ, ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. ഓർ the Indian rupee is being transferred to US dollar or US dollar is transferred to Indian rupee. അതായത് എങ്ങനെയാണോ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ്. ഇതിപ്പോ ഒരു പാസഞ്ചർ ക്യാരി ചെയ്യുന്നത് മാത്രമല്ല, ആസ് യു നോ ദ മേജർ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവന്ന് തന്നെ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് MNC, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ദി ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഒരു ഇമ്പാക്ട് കാരണമാണ് നമുക്ക് എന്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നോട്ട് ഓൺലി വിത്ത് റിഗാർഡ് ടു എ ട്രാവലർ മാത്രമായിരിക്കില്ല, ദി MNCs യൂഷ്വലി ഡസ് ദിസ് ഫങ്ഷൻ ആൻഡ് എവറിത്തിങ് ഈസ് ഡ്യൂ ടു ദി റീസൺ ഓഫ് globalization. But transfer function is the one among the important function performed by a foreign exchange market. Then next thing is it plays the function of credit transactions. Credit function in the sense that while dealing with merchandise and services, merchandise item, services item, we used to borrow foreign currency loans. ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ലോൺസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പൊ അവിടെയാണ് ഈ ക്രെഡിറ്റ് ഫംഗ്ഷൻ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ആൻഡ് ദ ഫോർമോസ്റ്റ് വൺ ഇസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദി ഹെഡ്ജിങ് ഫംഗ്ഷൻ. ഒരു പെർട്ടിക്കുലർ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രസൻസോടുകൂടി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിന്റെ പ്രസൻസോടുകൂടി വി ആർ ഫേസിങ് ദ ഫ്ലക്ച്വേഷൻസ് അറൈസിങ് ഔട്ട് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. അതായത് റിസ്ക് നമുക്ക് റിസ്കി സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ ഓൺ. അപ്പോൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇസ് വി ആർ ട്രാൻസ്ഫറിങ് ദി കറൻസീസ് ബിറ്റ്വീൻ ദ നേഷൻസ്. സോ ദാറ്റ് ഇസ് ദി ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഫർ. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് help us to make credit creation, or it is the function of making credit out of the transaction involved between the nations. അത് രാജ്യങ്ങൾ തമ്മിലാവാം, അല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ കോർപ്പറേറ്റ്സ് ആവാം, ഇതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ കോർപ്പറേറ്റ്സ് എല്ലാം വരുന്നതിന് മുന്നേ ബിറ്റ്വീൻ ദ ബാങ്ക്സ് ആവാം, സെൻട്രൽ ബാങ്ക്സ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സെൻട്രൽ ബാങ്ക്സ് തമ്മിലുള്ള ഫംഗ്ഷൻ ആവാം. ഇറ്റ് ഈസ് ദ കേസ് ഓഫ് ദി ക്രെഡിറ്റ് ഫംഗ്ഷൻ. ഹെഡ്ജിങ് ഫംഗ്ഷൻ ഇസ് ബേസിക്കലി വി ആർ ട്രൈയിങ് ടു അവോയ്ഡ് ദ റിസ്കി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫ്ലക്ച്വേഷൻസിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു പാർട്ട് തന്നെയാണ്, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പാർട്ട് തന്നെയാണ്. വി വിൽ പുട്ട് ഇറ്റ് അണ്ടർ ദ ഹെഡ്ജിങ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് ഹൂ ആർ ദി പ്ലെയേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ കോൾഡ് ദി പാർട്ടിസിപ്പൻസ്. പ്ലെയേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം പാർട്ടിസിപ്പൻസ്. So the first one is the customers. Mostly ഇവിടെ customers എന്ന് പറയാൻ customers MNC എന്ന് പറയാൻ കാര്യം because they are huge in number or they require more foreign currency. അതായത് ഈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്, അത് ഇൻവെസ്റ്റ്മെന്റ് ആയാലും അല്ലെങ്കിൽ മെർക്കൻഡൈസ് ഓർ സർവീസിനായാലും വാട്ട് എവർ ബി ദ തിങ്, ആ സിറ്റുവേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി വേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് കസ്റ്റമേഴ്സ്. ഇവിടെ ഞാൻ ഈവൻ ദോ ഇറ്റ് ഇസ് ദ പ്ലെയർ വൺ ഇസ് കോൾഡ് ആസ് ദ കസ്റ്റമർ എന്ന് പറയുന്നത് നോർമൽ ഇൻഡിവിജ്വൽ ആയിരിക്കില്ല, കൂടുതലായിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്നത് MNCs ആയിരിക്കും. സെക്കൻഡ് പ്ലെയർ ആസ് വി ഡിസ്കസ്ഡ് ഇൻ ദി ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ദേ ആർ ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ്. ഈവൻ ബാങ്ക് തന്നെ ആവണമെന്നില്ല, ദർ ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോർപ്പറേഷൻസ് അക്രോസ് ദി വേൾഡ് who conduct these commercial banks.
ഫോൺസിലൂടെ ആയിരിക്കും അത് അവരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരെ ഒരു റേറ്റ്, ഒരു കറൻസി ഒരു റേറ്റിന് ആവശ്യപ്പെടും. മീൻസ് വെച്ചാൽ ഐദർ ദേ ബൈ ദ കറൻസി ഫ്രം ദി ബാങ്ക് ഓർ സെൽ കറൻസീസ് ടു ദം. എന്നുവെച്ചാൽ ബാങ്കിൽ നിന്ന് ഫോറിൻ കറൻസി വാങ്ങുകയോ അല്ല എങ്കിൽ തിരിച്ച് ഫോറിൻ കറൻസീസ് ബാങ്കിന് സെല് ചെയ്യുകയോ ചെയ്യും. ആൻഡ് സച്ച് എ സിസ്റ്റം ഇസ് കോൾഡ് മാർക്കറ്റ് മേക്കിംഗ്. അങ്ങനെ ബൈ ചെയ്യുകയോ സെല് ചെയ്യുകയോ ചെയ്യുന്ന ഫോറിൻ കറൻസീസ് ബൈ ചെയ്യുകയോ സെല് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് there are financial institutions. So they approach the banks and when they does buy or sell foreign currencies, it is called market making. Because the banks may be caught the buying or selling. കോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമ്മള് ബിഡ് റേറ്റ് ആൻഡ് ആസ്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബൈയിങ് റേറ്റും സെല്ലിംഗ് റേറ്റുമാണ്. അപ്പം ആ റേറ്റ്സിനനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും എന്തിന്റെ ബേസിസിലാണോ നമ്മൾ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ കൊട്ടേഷൻസ് എന്ന് വിളിക്കുന്നത്. ദ മാർക്കറ്റ് മേക്കേഴ്സ് ഓർ ആസ് വി സെഡ്, ഇപ്പോൾ ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നവർ ദേ ഓൾവേസ് ഡസ് ഇറ്റ് ഫോർ എ പ്രോഫിറ്റ്. അപ്പോൾ either the domestic currency may appreciate or depreciate. നമുക്ക് അപ്രീസിയേഷൻ വരാം അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ വരാം. അപ്പോൾ പ്രൈസിൽ നിന്ന് ഉള്ള ഒരു ഡിഫറൻസിൽ നിന്നാണ് ദേ മേക്സ് പ്രോഫിറ്റ്. ഈ മാർക്കറ്റ് മേക്കിങ്ങിലൂടെ അവർ പ്രോഫിറ്റ് സീക്ക് ചെയ്യുന്നത് ആരാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, whoever be the person, they approach the bank. ആരാണോ ആ വ്യക്തി അവർക്ക് they try to make profit out of the transaction. അപ്പൊ ബാങ്കിന്റെ ഏത് ഫംഗ്ഷൻ ആണ്? നിങ്ങൾ ഇൻ യുവർ ഡിഗ്രി ക്ലാസ്സസ് യു മൈറ്റ് ഹാവ് ലേൺ ദി ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ്. അപ്പൊ ബാങ്കിന്റെ ഏജൻസി ഫംഗ്ഷൻ ആണ്. വൺ among the agency function of bank is being performed here. Third player of course is the brokers or the intermediaries between the bank. ബാങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ അപ്പോഴേ പറഞ്ഞു, ബിറ്റ്വീൻ ദ സെൻട്രൽ ബാങ്ക്സ് ദർ വിൽ ബി ട്രാൻസാക്ഷൻ. അപ്പൊ ഈ ബാങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ്, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ബൈ ദ നെയിം ബ്രോക്കേഴ്സ്. അപ്പൊ ദേ ആർ സ്പെഷ്യലിസ്റ്റ് കമ്പനീസ് ആവാം. ദേ മൈറ്റ് ഹാവ് വെൽ ബിൽറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലിഫോൺസ്. ആൻഡ് ദേ ഷുഡ് നോ ഒരു കറൻസിയുടെ ബിഡ് റേറ്റ്. ബിഡ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബൈയിങ് റേറ്റ്. അപ്പൊ ഈ പറഞ്ഞ ബ്രോക്കേഴ്സിന് അറിയണം ഒരു കറൻസിയുടെ ബിഡ് എത്രയാണ്, അതുപോലെ തന്നെ ഓഫർ റേറ്റ്, ഓഫർ ഓർ ആസ്ക് റേറ്റ്, ഇറ്റ് ഈസ് ദ സെല്ലിംഗ് റേറ്റ്. So ഈ ഒരു എലമെന്റ് ബ്രോക്കർ ഷുഡ് ഹാവ് ഇറ്റ് റെഡ്ലി അവൈലബിൾ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ റെഡ്ലി അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്? then only they will be able to charge a commission for their service. And likewise in this situation എന്താവണം എന്നില്ല, ബ്രോക്കർ he might not be dealing with the transactions directly. സർവീസസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഓൺ അക്കൗണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പം ഈ ബ്രോക്കർ, ദിസ് ബ്രോക്കർ ആക്ട് ആസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു ബ്രോക്കർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ there are two banks. ഇവിടെ ആയിരിക്കും ഒരു ബ്രോക്കറിന്റെ പ്ലേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി സർക്കിൾ ക്യാൻ ബി assumed as a role of broker. So this is a bank and this is another bank. ഇപ്പൊ ഈ എ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക്, ബി എന്ന് പറയുന്നത് ഫെഡറൽ റിസർവ് ആണെന്ന് വിചാരിക്കുക, അനദർ സെൻട്രൽ ബാങ്ക്. അപ്പൊ ഇങ്ങനെ രണ്ട് സെൻട്രൽ ബാങ്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദം there will be a role of broker, and the broker must be aware about the bid rate and offer or ask rate. ഇതിനെ പറ്റി അവയർനെസ് ഉണ്ടായിരിക്കണം. So that is the third party. Of course നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ the very important player will be a central bank of various nations. അപ്പോൾ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസീസ് ആയിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്?
that banks become the parties of that foreign exchange transaction. Always എല്ലാ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ഫുള്ളി ഇൻ ചാർജ് വിൽ ബി ദി സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് തന്നെയായിരിക്കും ഫുള്ളി ചാർജ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിൽ നടക്കുന്ന എല്ലാ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് അക്കൗണ്ടഡ് ആയിരിക്കും. ആൻഡ് ഓൾ ദീസ് വിൽ ബി ഹാൻഡിൽ ബൈ എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ്, which is functioned under the supervision of Reserve Bank of India. And the Indian situation one. We can say that there are 4 players in a foreign exchange market. Then, with regard to our കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി who all are the players or participants. പക്ഷെ ആസ് എ ഹോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we can club or put them into these heads. That is, there will be individual traders. ഞാൻ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തപ്പോൾ I have put them as individual traders and the firms or corporations. പിന്നെ സെൻട്രൽ ബാങ്ക് നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തു, കൊമേഴ്ഷ്യൽ ബാങ്ക് is also included. Then there are various financial institutions involved. And I have also put the investment or hedge funds because നമ്മൾ പറഞ്ഞു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ 3 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ക്രെഡിറ്റ് ഫംഗ്ഷൻ ആൻഡ് ഹെഡ്ജിങ് ഫംഗ്ഷൻ. സോ ദർ വിൽ ബി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓർ ഹെഡ്ജ് ഫണ്ട്സ് ബീങ് ഓപ്പറേറ്റഡ് ഇൻ എ ഫോറെക്സ് മാർക്കറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോറിൻ എക്സ്ചേഞ്ചിനകത്ത് വരുന്ന. ബ്രോഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ക്ലാസിഫൈ ദ പ്ലെയേഴ്സ് ആസ് under this 6 heads. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. ബാങ്ക്സ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ബ്രോക്കേഴ്സ് ആൻഡ് ഓൾസോ വി ഹാവ് നോ. ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞുള്ളൂ. ബോത്ത് ആർ ദ സെയിം. We can say that this is the hierarchy. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഓർഡറിലാണ് അല്ലെങ്കിൽ what is the order in which they are being placed. അപ്പോൾ major banks is the central banks of nations. Then there will be a electronic brokering service. കാരണം അവരാണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ ബാങ്ക്സിന്റെ ഇടയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് സ്മൂത്ത് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദർ വിൽ ബി ഓഫ് കോഴ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ മീഡിയം സൈസ് സ്മോൾ ബാങ്ക്സ്. അവരുടെയും താഴെ വരുന്നതാണ് നമ്മൾ അപ്പോഴേ കണ്ട ഹെഡ്ജ് ഫണ്ട്സ് അല്ലെങ്കിൽ ഫേംസ് ഓർ MNCs, then retail market makers. ഇവരെല്ലാവരും അതിന് കീഴിൽ വരുന്നതാണ്. ഇതിനും താഴെയാണ് the retail traders. Then we are moving on to the next area, that is the foreign exchange rate. How will you fix the foreign exchange rate? നമ്മൾ അപ്പോഴേ പറഞ്ഞതുപോലെ forex rate എന്ന് പറയുന്നത് or the foreign exchange rate എന്ന് പറയുന്നത് the price at which one currency is traded in exchange for another currency in the foreign exchange market. That is the exchange rate between the 2 currencies. According to the demand and supply, the prices may move up or down accordingly. So demand and supply അനുസരിച്ചുള്ള situation അനുസരിച്ച് it may go up, and it will be fully regulated market exchange rate. Either it will be controlled by a single mechanism or it is being controlled by the demand and supply measures. Before moving on to the determination and all, the system ആണ് ഫോളോ ചെയ്യുന്നത് അതിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ we can go through the different ways എങ്ങനെയൊക്കെ നമുക്ക് quotations ചെയ്യാമെന്ന്. ബേസിക്കലി 2 രീതിയിലാണ് അല്ലെങ്കിൽ accepted ആയിട്ടുള്ള well followed ആയിട്ടുള്ള 2 methods ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. That is the American quotation and the European quotation. Or
This American quotation is also known as direct quote. And the European quotation is called the indirect quote. This direct quotation, the direct quotation അല്ലെങ്കിൽ American quotations എന്ന് പറയുന്നത്, they will be given the dollar price of one unit of foreign currency. Okay, simple ആയിട്ട് പറഞ്ഞാൽ ഡയറക്റ്റ് കോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഡയറക്റ്റ് കോട്ട്സ് എന്ന് പറയുന്നത് will be given as a unit of their home currency. For example, 48 rupees ആണെങ്കിൽ കേട്ടോ, ഇപ്പൊ അങ്ങനെയല്ല, എന്നാലും ഞാൻ പറയാം, ഇഫ് ഇന്ത്യൻ റുപ്പി 48 per US dollar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a direct quote. That is, you are supposed to pay 48 rupees to purchase one US dollar. പക്ഷെ നിങ്ങളുടെ ഹോം കറൻസിയുടെ ബേസിസിൽ ഒരു ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാൻ എത്ര രൂപയാകുമെന്ന് നമ്മൾ പറയുന്നു. ദാറ്റ് ഇസ് ദി കേസ് ഓഫ് ഡയറക്റ്റ് കോട്ട്സ്. അല്ലെങ്കിൽ ഇതിനെ അമേരിക്കൻ കൊട്ടേഷൻസ് എന്ന് പറയാൻ കാര്യം, നമ്മൾ US ഡോളർ എത്ര US ഡോളർ വേണമെന്നുള്ളത് ഒരു പർട്ടിക്കുലർ ഹോം കറൻസിയുടെ ബേസിസിൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അമേരിക്കൻ കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് ഇസ് ഇൻഡയറക്റ്റ് കൊട്ടേഷൻ. ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number of units of a foreign currency that are required to purchase $1, or it is known as European quotation. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത് ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ $1 can be purchased for 44 Indian rupee എന്ന് പറയുന്നതിനെയാണ് നമ്മൾ can say that it is an indirect quote. See, this is the crux of direct and indirect quote എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹോം കറൻസി പെർ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി എങ്കിൽ that is the case of direct quote. എന്നാൽ ഫോറിൻ കറൻസി പെർ യൂണിറ്റ് ഓഫ് ഹോം കറൻസി അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻഡയറക്റ്റ് കോട്ട്. അതായത് നമ്മൾ ഓസ്ട്രേലിയൻ ഡോളറിനെ യൂറോന്റെ ടേംസിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കറൻസിയുടെ ടേംസിൽ പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് ഡയറക്റ്റ് കോട്ട്. നേരെ തിരിച്ച് അതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻഡയറക്റ്റ് കോട്ട്. Hope it is clear. Direct quote and indirect quote. Just opposite ആയിട്ട് നമ്മൾ ആ കോട്ടിനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻഡയറക്റ്റ് കോട്ട്. Next is another way of expressing the exchange rate is the cross rate. Cross rate is the exchange rate between any two non-dollar currencies. Is referred to as a cross rate. Non-dollar പിക്ചറിൽ ആരെ വരുന്നില്ല, നോൺ ഡോളറെ ഡോളർ കറൻസിയെ വരുന്നില്ല. ആ സിറ്റുവേഷനകത്ത് ഒരു മ്യൂച്വൽ കൺട്രിയുടെ ഹെൽപ്പോടുകൂടി വിത്ത് ഹെൽപ്പ് ഓഫ് എ മ്യൂച്വൽ കൺട്രി വി ഫിക്സ് ദി എക്സ്ചേഞ്ച് റേറ്റ്. That is the case of cross rate. For മൂന്ന് currencies, we have three currencies in the picture, and if we are determining an exchange rate as seen in the slide, നിങ്ങൾ കാണുന്ന പോലെ currency 1 ന്റെ value divided by currency 2
into currency 2 divided by currency 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് കറൻസി 1 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഇതിൽ മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ട് വന്നത് ആരാണ്? കറൻസി 2 ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രമിച്ചത് ആദ്യത്തെ കറൻസിനെ സെക്കൻഡ് കറൻസി ആയിട്ട് നോക്കി, രണ്ടാമത്തെ കറൻസിനെ മൂന്നാമത്തെ കറൻസി ആയിട്ട് നോക്കി. പക്ഷെ അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻ, യു ട്രൈ ടു ഹാവ് എ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ കറൻസി 1 ആൻഡ് 3. ഇതിൽ മ്യൂച്വൽ ഹെൽപ്പിന് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തത് ആരാണ്? കറൻസി 2 ആണ്. അപ്പൊ ഫൈനലി വോട്ട് യു ഗെറ്റ്, ആദ്യത്തെ കറൻസി ഏതാണോ അതിനെ തേർഡ് കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങൾക്ക്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ക്രോസ് റേറ്റ്. That is, you are not having a way. അതായത് നിങ്ങൾക്ക് 1നെ 3 നോക്കാൻ ഒന്നുമേ ക്വസ്റ്റ്യനിൽ ലീഡ് ഇല്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് 1 2 എക്സ്ചേഞ്ച് ചെയ്യാൻ എത്രയാ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് തന്നിട്ടുണ്ട്. 2 എന്ന് പറയുന്ന കറൻസിനെ 3 എന്ന് പറയുന്ന കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷെ യു ആർ സപ്പോസ് ടു മേക്ക് എ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ 1 ആൻഡ് 3. അപ്പൊ നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരു വഴിയില്ല എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യാൻ. ദാറ്റ് ഇസ് യു ആർ സപ്പോസ് ടു മേക്ക് എ ക്രോസ് റേറ്റ്. ക്രോസ് റേറ്റ് എന്ന് പറയാൻ കാര്യം അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് this currency 2 goes out of the picture. That is, you are making a exchange rate between these two. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. See what is happening here. You are trying to establish യൂറോയും എന്നും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ you are supposed to make an exchange rate between euro and yen. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രോസ് റേറ്റിന്റെ സിറ്റുവേഷനകത്ത് ആര് പിക്ചറിൽ വരില്ല? ഡോളർ എന്ന് പറയുന്ന കറൻസി പിക്ചറിൽ വരില്ല. പക്ഷെ നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് യൂറോയിന് ഡോളറിനുള്ള എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ തിരിച്ച് ഡോളറും എന്നും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്. ഇതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ക്ലിയർ? ദാറ്റ് ഇസ് യു നോ ദി എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് euro and dollar and yen. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അൾട്ടിമേറ്റ്ലി വേണ്ടത്? യൂറോയും എന്നും തമ്മിലുള്ളത് വേണ്ടത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ദിസ് ഡോളർ ക്രോസ് ഔട്ട് ആൻഡ് ഫൈനലി വാട്ട് യു ഗെറ്റ് ദി റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ യൂറോ ആൻഡ് yen. ദിസ് ഈസ് എ കേസ് ഓഫ് ക്രോസ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. So there are 3 ways basically: direct quote, indirect quote and cross rate. Then what are the specific types of foreign exchange transaction? So we are moving on to the last area of discussion, that is what are the basic or the types of foreign exchange transaction. First one is the trade transaction. Trade transaction എന്ന് പറയുന്നത് it can between a bank and a non-bank customer who wishes to buy or sell a quantity of currency. ഒരു ബിസിനസ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഫോറിൻ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം ട്രേഡ് ട്രാൻസാക്ഷൻ. ഇനി ഇന്റർ ബാങ്ക്, ആസ് ദ നെയിം സീസ്, ദ ബാങ്ക്സ് മേ ബൈ ഓർ സെൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഫോറിൻ കറൻസീസ്. ചിലപ്പോൾ കറൻസി ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദേ മേ ലെൻഡ് ലോൺസ് ഇൻ ഫോറിൻ കറൻസി. അതാണ് ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇൻ ദാറ്റ് കേസ് two banks trade between themselves and there will be a currency involved in the transaction. Then the last type of foreign exchange transaction is the spot transaction. Spot transaction എന്ന് പറഞ്ഞാൽ ഒരു കറൻസി exchange of two currencies at an agreed upon exchange rate for cash delivery. That is, cash delivery is considered to be the 2 business days, which is 1 business day. In the sense that അതായത് ഒരു സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ ഫോറിൻ കറൻസി ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ, ആൻഡ് ഇറ്റ് വിൽ ബി ഓൺ എ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ബേസിസ്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സെറ്റിൽമെന്റ് ആയതുകൊണ്ട് ദർ ഇസ് എ മാക്സിമം ഓഫ് ഒരു കോൺട്രാക്ടിനകത്ത് 2 വർക്കിംഗ് ഡേയ്സ് വരെ കൊടുക്കാറുണ്ട്.
And these working days does not include Saturdays, Sundays or bank holidays of the countries. ആ രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന രാജ്യങ്ങളിലുള്ള ഹോളിഡേയ്സ് ഒന്നും ഈ 2 ദിവസത്തിൽ വരും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടുഡേ ഈസ് ട്യൂസ്ഡേ, ഇപ്പൊ ഇന്ന് ഒരു ഡീല് നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സെറ്റിൽഡ് ഓൺ ദി തേഴ്സ്ഡേ. പക്ഷെ there are some exceptions. ഇതിൽ certain സിറ്റുവേഷനിൽ എക്സെപ്ഷൻസ് വരാറുണ്ട്. അപ്പൊ സ്പോട്ട് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോട്ട് ട്രാൻസാക്ഷനിലെ റേറ്റ്, ദാറ്റ് ഇസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ എ സ്പോട്ട് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്. The market in which the spot transaction is completed is called the spot market, and the date on which the transaction is or the agreement is entered upon is called the dealing date, and the settlement date is called the value date. അപ്പോൾ 3 കാര്യങ്ങളാണ്, അല്ല 4 കാര്യങ്ങളാണ്. സ്പോട്ട് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എക്സ്ചേഞ്ച് റേറ്റിലാണോ ആ സ്പോട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ആ എക്സ്ചേഞ്ച് റേറ്റ് ആണ് സ്പോട്ട് റേറ്റ്. ആൻഡ് ദി മാർക്കറ്റ് വെയർ ഇറ്റ് ഹാപ്പൻസ്, അതാണ് സ്പോട്ട് മാർക്കറ്റ്. ഏത് ഡേറ്റിലാണോ ഈ എഗ്രിമെന്റിൽ എൻട്രി ചെയ്യുന്നത് ആ ഡേറ്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ദ ഡീലിംഗ് ഡേറ്റ്. ആൻഡ് വെൻ ദ സെറ്റിൽമെന്റ് ഇസ് മെയ്ഡ് ഇറ്റ് ഇസ് കോൾഡ് ദി വാല്യൂ ഡേറ്റ്. We can say that there are 3 ways in which you will measure the exchange rate. Spot exchange rate already നമ്മൾ പറഞ്ഞു. Forex market on a minute basis will be used to fix. Forward എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര കറൻസീസ് ഡെലിവർ ചെയ്യും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കും ബേസ്ഡ് അപ്പോൺ വാല്യൂ എഗ്രീഡ് അറ്റ് ദി പ്രസന്റ്. അപ്പോൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫ്യൂച്ചറിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്ന എക്സ്ചേഞ്ച് മീൻസ് ഫോറിൻ കറൻസീസിന്റെ എക്സ്ചേഞ്ച് റേറ്റ് വി വിൽ ഫിക്സ് ഇറ്റ് അറ്റ് പ്രസന്റ് ഓർ ഇറ്റ് മേ ബി ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. നേരത്തെ ഫിക്സ് ചെയ്യും. എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസിൽ നിന്നും ഉണ്ടാവുന്ന റിസ്ക് നമുക്ക് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. Then real exchange rate is the ratio between the domestic price indices. രണ്ട് രാജ്യത്തിലെ ഡൊമസ്റ്റിക് പ്രൈസ് ഇൻഡൈസസിന്റെ ബേസിസിൽ എടുക്കുന്ന റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. We can say that even though നമ്മൾ 3 type of transactions ആയിട്ടാണ് ഡിസ്കസ് ചെയ്തതെങ്കിലും the forex market can be basically classified into 2 markets. That is international bank market or interbank market. Interbank market, IB എന്നോട് ഉദ്ദേശിക്കുന്നത് it is interbank market. Interbank market and the retail market. Interbank market നെ വിളിക്കുന്ന വേറൊരു പേരാണ് wholesale market. The retail market is also known as client market. So international banks provide the core of the foreign exchange market. So they may be willing to buy or sell foreign currencies for their own account. But international banks will serve the clients. The international banks are the first element. 2-tier market ആണ് foreign exchange എന്ന് പറയുന്നത്. That is the interbank or wholesale market. Then client or retail market. അപ്പോൾ ഏകദേശം only the 14%, അതായത് നമുക്കൊരു മീഗർലി പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി എന്ന മേജർ എലമെന്റ് എന്ന് പറയുന്നത് ഈസ് ദി ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഓൾമോസ്റ്റ് 86% ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു 90% ട്രാൻസാക്ഷൻ ഒക്കെ ഇറ്റ് ഈസ് ഇന്റർ ബാങ്ക് ആൻഡ് ഓൺലി 14% അല്ലെങ്കിൽ നിയർലി 10% ഓഫ് ദ ട്രാൻസാക്ഷൻ അക്കൗണ്ട്സ് ഫോർ റീറ്റെയിൽ മാർക്കറ്റ്. So we have discussed what is foreign exchange market, what are the functions of foreign exchange market, who are the players or participants of foreign exchange market, what is forex market, and the types of foreign exchange transactions.